നീരവ് മോഡി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച്, വലിയ കള്ളനെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും. നമുക്കൊക്കെ അറിയാം. ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ കൂടെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇയാളെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അങ്ങ് കടത്തിയത്. അയാൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അവനെ പിടിച്ചോണ്ട് വരണം. അതിനുവേണ്ടി വളരെ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ CBIയും EDയും ഒക്കെ അങ്ങ് വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമല്ലോ തിരിച്ച്. ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അറിവോട് കൂടി തന്നെ പോയത്, ഒരു സംശയമില്ല. കാരണം ഈ ഇത് 2000 ഇയാൾ ഈ പോകുന്നതിന് തൊട്ട് മുമ്പ് 2019 ആദ്യം ഇയാൾക്ക് 2018 ഫെബ്രുവരിയിൽ ഇയാൾക്കെതിരെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കേസ് കൊടുത്തു. ആ കേസ് കൊടുക്കാനുള്ള കാരണം പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു. അത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണം ഇവൻ ഡയമണ്ട് മർച്ചൻ്റാണ് നീരവ് മോഡി. അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളുടെ കൂട്ടാളികളും കൂടെ ചേർന്ന് പലവിധ ഫ്രോഡുകൾ കമ്മിറ്റ് ചെയ്തിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു വലിയ ബാങ്കാണ്. അത് നാഷണലൈസ്ഡ് ബാങ്കാണ്. അതിൽ നിന്ന് 2 കോടി, അതായത് 2 മില്യൺ 2 മില്യൺ ബ്രിട്ടീഷ് പൗണ്ട്സ് 2 മില്യൺ അടിച്ചു മാറ്റി എന്നുള്ളതാണ്. 2 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ രൂപ വരുമ്പോൾ 247.62 ബില്യൺ റുപ്പീസ് വരും. അത്രയാണ്. ഇത്രയും രൂപ അടിച്ചു മാറ്റി, അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റിന് അടുത്ത് വരുന്ന ഒരു തുകയാണ്. ഇത് അടിച്ച് മാറ്റിക്കൊണ്ടവൻ പോയി. എന്നിട്ട് അവിടെ ചെന്ന് ഈ ഇംഗ്ലണ്ടിലോട്ട് പോയതെന്നറിയോ? ഇവിടെ ഈ 2018 ഫെബ്രുവരി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. 18 ജൂൺ വരെ ഇവിടെ തന്നെ കറങ്ങിയൊക്കെ നടന്നിട്ട് ജൂണിലാണ് ഇവിടുന്ന് ഇംഗ്ലണ്ടിലോട്ട് പോയത്. അവിടെ പോയി പൊളിറ്റിക്കൽ അസൈലം അങ്ങ് ചോദിക്കുകയാണ്, രാഷ്ട്രീയ അഭയം. കാരണം ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാളെ CBI ക്വസ്റ്റ്യൻ ചെയ്യും, അതുപോലെ തന്നെ ED ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യും, അങ്ങനെ പല ഏജൻസീസ് ക്വസ്റ്റ്യൻ ചെയ്യും. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അയാൾക്ക്. ഈ നമ്മുടെയൊക്കെ പണം അടിച്ചുകൊണ്ട് പോയാൽ അവിടെ പോയിരുന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ മോന്തയെ തുപ്പുന്നത്. വേറെ തന്നെ ഇതിനപ്പുറത്ത് കാണിച്ചേക്കുന്നവനുണ്ട്. അവനിപ്പോൾ അവിടെ സസുഖം കഴിയുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യവന്മാർ 2 പേരെയും പറഞ്ഞയച്ചത് നമ്മുടെ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട്, 2 അല്ല 3 പേര് ഉണ്ട്, വേറെ ഉണ്ട് 2 പേരുണ്ട്. അവരെയും കൂടെ പറഞ്ഞയച്ചേക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്, അറിഞ്ഞുകൊണ്ടാണ് പോയേക്കുന്നത്. കാരണം ഇവൻ്റെ കയ്യിലേക്ക് ഒരുപാട് പണമുണ്ട്. കാരണം ഇവനൊന്നും ഉണ്ടാക്കിയ കാശല്ലല്ലോ, ഇവനൊന്നും നൊന്ത കാശല്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പേരിൽ ഇവനും ഇവൻ്റെ കൂട്ടാളികളും ചേർന്നിട്ട് അവരുടെ ലെറ്റർ ഓഫ് അണ്ടർടേക്കിങ്സ് എടുത്തിട്ട് മറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ ധാരാളം പൈസയാണ് അടിച്ചു മാറ്റിയേക്കുന്നത് അത് വെച്ചുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തതാണ് ഈ പോയി. എന്നിട്ട് അങ്ങ് പോയി. അവിടെ ഇപ്പോൾ അവൻ താമസിക്കുന്നുണ്ടല്ലോ, 8 ബില്യൺ പൗണ്ട്സ് വിലയുള്ള ഒരു അത്യാഡംബര അപ്പാർട്ട്മെൻറ്റിലാണ് അവൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നത്. ഇഷ്ടം പോലെ താമസിക്കാൻ സൂഹിക്കാം. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യും പോലും. അതെവൻ്റെ ഈ മനുഷ്യാവകാശങ്ങളെയൊക്കെ ബാധിക്കും. അതൊക്കെ വളരെ വലിയ കാര്യമാണ് അവിടെ. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, ഇതെല്ലാവർക്കും നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇവൻ്റെ കേസ് അവിടുത്തെ അതായത് ഇവനെ ഇന്ത്യയിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്യാനായിട്ട് ഓർഡറാക്കി. അപ്പോൾ എക്സ്ട്രാഡിഷനെ എതിർത്തുകൊണ്ട് അവൻ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം കേസ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവിടുന്ന് ഒരു വലിയ മാന്യം മൊഴി കൊടുക്കാൻ പോയി. ആരാന്നറിയോ? വേറെ ആരുമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവാണ് അവിടെ പോയി മൊഴി കൊടുക്കാൻ പോയത് ഇവന് വേണ്ടി. കാരണം വേണ്ടി മൊഴി കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ ഹരാസ് ചെയ്യും, CBIക്കാരെ ഹരാസ് ചെയ്യും, അതുപോലെ തന്നെ ED ഹരാസ് ചെയ്യും, ഗവൺമെൻറ്റൽ ഏജൻസികളൊക്കെ ഹരാസ് ചെയ്യും. അതുകൊണ്ട് അവനെ യഥാർത്ഥത്തിൽ അവിടെ മുട്ടയും പാലും ഒക്കെ കഴിച്ച് അവിടെ കിടക്കുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് അവനെ അയച്ചാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതിന് ഇവിടുന്ന് അവിടെ പോയി മൊഴി കൊടുത്തേക്കുന്നു ലണ്ടനിൽ. അപ്പം അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ, ഏറ്റവും താഴത്തെ കോടതി മൊഴി കൊടുത്തു. അപ്പോൾ ആ മൊഴി ആ കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. അത് വിശ്വസിച്ചില്ല. എന്താ കാര്യം എന്നറിയാം? ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിനെ കുറിച്ച് അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ എഴുതിയേക്കുന്നത് എന്ത് നാണക്കേടാന്ന് ആലോചിച്ചു നോക്കും. ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ്. എന്ത് നാണക്കേടാണ് ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ ഫൈൻഡിങ് എന്ന് പറഞ്ഞുള്ളൂ. ആ ഫൈൻഡിങ് ഞാൻ പറഞ്ഞുതരാം. ആ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്, അതായത് ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയോട് ഒരു വിധേയത്വമില്ല. ഇന്ത്യൻ ജുഡീഷ്യറിയോട് പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പല ജഡ്ജിമാർ, അതായത് ജുഡീഷ്യറിയിലുള്ള
പല ജഡ്ജിമാരോടെയും ഉള്ള റിസൻമെൻറ്റ്, എതിർപ്പ്, അദ്ദേഹത്തിനുള്ള വിരോധം, അതാണ് ഇങ്ങനെ മൊഴി കൊടുക്കാൻ കാരണം. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അയാളെ വിശ്വസിക്കാതെ അത് എക്സ്ട്രാഡിഷൻ എതിരെ കൊടുത്ത് അത് തള്ളി. അതായത് അയാളെ ഇവിടെ തിരിച്ചു വരണം, അയാൾ ഇന്ത്യയിലോട്ട് പോകണം, എക്സ്ട്രാഡിറ്റ് ചെയ്തോണം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പീൽ കൊടുത്തു. അപ്പോൾ അത് സുപ്രീം കോടതി പോയി. അവിടെ പോയപ്പോൾ ആദ്യം ചെയ്തതെന്താ അറിയാമോ? അവിടെ സുപ്രീം കോടതിയിൽ ഇവിടുന്ന് ബോംബെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്ന അഭയ് തിപ്സെ എന്ന് പറയുന്ന ആൾ, യുവന്മാർക്ക് എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയോളൂ, സമൂഹത്തോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റോ ഉണ്ടോയെന്ന് ചോദിച്ചോളൂ. ഇത് അവിടെ പോയി മൊഴി കൊടുത്തേക്കുന്നു ഇയാൾക്ക് അനുകൂലമായിട്ട്. നീരവ് മോഡിയെ ഇങ്ങോട്ട് എക്സ്ട്രാഡിറ്റ് ചെയ്ത് വലിയ പ്രശ്നമാണ്. അതും കോടതി സ്വീകരിച്ചില്ല, തള്ളിക്കഴിഞ്ഞിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയാണത് കൊടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും എക്സ്ട്രാഡിറ്റ് ചെയ്യാനായിട്ട് ഓർഡറായി. അതിൻ്റെ റിവ്യൂ എഴുതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ എന്താണെന്നറിയോ, വേറൊരു സുപ്രീം കോടതി ജഡ്ജി ദീപക് വർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അയാളെ കൊണ്ടുപോയി അവിടെ മൊഴി കൊടുപ്പിച്ചേക്കുന്നു ഇയാൾക്ക് അനുകൂലമായിട്ട്. അപ്പോൾ പണം ഉണ്ടെങ്കിൽ ആരെയും അവന്മാർക്ക് വിലക്കെടുക്കാമെന്ന് കണ്ടോളൂ. ഇവരൊക്കെ ജുഡീഷ്യറിയുടെ ഭാഗമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ദീപക് വർമ്മ അവിടെ പോയി കൊടുത്ത മൊഴി എന്തോന്നറിയാമോ? അത് കൊടുത്തത് അതായത് ഇവിടെ ഗവൺമെൻറ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അയാൾ വന്നാൽ അവിടെ ഗവൺമെൻറ് അവിടെ ബാധിച്ചപ്പോൾ അണ്ടർടേക്കിംഗ് കൊടുത്തു, ഇയാളെ ഹരാസ് ചെയ്യത്തില്ല, അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഒന്നുമില്ല, ഇൻട്രോഗേറ്റ് ചെയ്യത്തൊന്നുമില്ലെങ്കിൽ പിന്നെ ഇയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താ കാര്യം? അയാളെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, വേറെ ഒരു കുഴപ്പം കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ അഫിഡവിറ്റ് കൊടുത്ത് കാലേ വീണ് എങ്ങനെയെങ്കിലും ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന്. ഇയാളെ അയച്ചത് ഇവരൊക്കെ കൂടാണ്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങളുടെ കണ്ണി പൊടിയിടാനായത്. കാരണം ഇവന്മാരുടെ ഒന്നും പൈസയല്ലല്ലോ, ജനങ്ങളുടെ പൈസയല്ലേ. ഇതുകൊണ്ട് അവസാനം അപ്പോൾ അതിനെതിരെ ഈ ദീപക് വർമ്മ മൊഴി കൊടുത്തത് എന്താണെന്നറിയോ, ഇങ്ങനെ ഗവൺമെൻറ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തതൊന്നും കോടതികൾക്ക് ബാധകമൊന്നുമല്ല, അത് ശരിയുമാണ്. അതുകൊണ്ട് വളരെ വലിയ ചാൻസ് ഉണ്ട് ഇയാളെ ഇൻട്രോഗേറ്റ് ചെയ്യാനും ഇയാളെ ഹരാസ് ചെയ്യാനും. അതുകൊണ്ട് ഇയാൾ അവിടെ കഴിയുന്നതാണ് നല്ലത്, ഇയാൾക്ക് ഇങ്ങോട്ട് വരുന്നതല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ കഴിയുന്നതാണ് നല്ലത്. കാരണം അവൻ്റെ ഈ മരിക്കുന്നവരെ പുട്ടടിക്കാനുള്ള പണമുണ്ട്. ഇതുപോലെ ഈ 8 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ട്സ് വരെയുള്ള വീട്ടിൽ, അതായത് അതിൻ്റെ വിലയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഒരു 800 ഏതാണ്ട് 800 അല്ല, ഒരു 1000 കോടി ബില്യൺ, 1000 ബില്യൺ ഇന്ത്യൻ രൂപ, അത്രയെങ്കിലും വില വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലെ അവൻ താമസം പൊറുക്കുന്നത് കേട്ടോ. 1000 ബില്യൺ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. അപ്പോൾ കാരണം അതുപോലെ പോഷായിട്ട് കഴിയുക, ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അപ്പം ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ ജഡ്ജിമാർ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ ജഡ്ജിമാരെന്ന് പറയുന്ന ഇവർക്ക്, അതായത് അവന് വേണ്ടി പോയി മൊഴി കൊടുക്കാൻ പോയി, അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പോയേക്കുന്നതല്ല ഇത്. അതോ ചുമ്മാതെ വെറുതെ അങ്ങ് പോയോ? അവർക്ക് സ്വമനസ്സോടു കൂടി പോയതാണോ? സ്വമനസ്സാലേ ഇങ്ങനെയുള്ളവന് വേണ്ടി, ഒരു കള്ളന് വേണ്ടി ഇങ്ങനെ ആരും പോകത്തില്ലല്ലോ. ആ പോയതിൻ്റെ പുറകിലുള്ള അഴിമതിയാണ് ഞാൻ ഈ പറയുന്നത്. അത് റിട്ടയർ ചെയ്തോട്ടെ. ഏതായാലും ഒരു ജഡ്ജി എന്ന് പറയുന്ന അയാൾ മരിക്കുന്നവരെ ജഡ്ജി ആയിരിക്കണം, ഒരു ജഡ്ജി ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. കാണിച്ചേക്കുന്ന പണിയെക്കുറിച്ച് ഇത് കണ്ടപ്പോൾ ഉള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോൾ ലൈവും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് വന്നു. വളരെ വൃത്തികെട്ട ഒരു കാര്യം അതാണ് ഈ നടന്ന് കണ്ടത്. അത് കണ്ടപ്പോൾ മനസ്സിന് അത്ര ഒരു സൂഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. പറയുന്നതിന് വിരോധമൊക്കെ ആളുകൾക്ക് വരും. ഇതുപോലുള്ള ഒരുപാട് അമ്മമാർ റിട്ടയർ ചെയ്തിരിപ്പുണ്ട്, ഇനിയും വിളിച്ചോണ്ട് പോകാൻ, ഈ കാണേണ്ട കള്ളന്മാർക്കെല്ലാം വേണ്ടി പോയി മൊഴി കൊടുക്കാൻ. അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തിനോടുള്ള ജനങ്ങളുടെ ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതല്ലേ. നിങ്ങളൊക്കെ ചിന്തിക്കുക.